ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസ് കുക്കിംഗ് വേളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതായത് സോക്ക് ചെയ്ത് വെക്കാണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കും, 2 ആഴ്ചയൊക്കെ വെക്കും, റമ്മിലൊക്കെ ഇട്ടിട്ട്. നമുക്ക് അതുപോലെ ഒന്നും ചെയ്യണ്ട. ഒരു അരമണിക്കൂർ ഒന്നെങ്കിൽ ഓറഞ്ച് നീര് എടുത്തിട്ട് അതിൽ നമുക്ക് മുക്കി വയ്ക്കാം. അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് ഒരു കാരമലൈസ് ചെയ്തെടുക്കും, അതായത് ഷുഗർ നന്നായി കാരമലൈസ് ചെയ്തെടുക്കും, നല്ല ബ്രൗൺ കളറിലാക്കിയിട്ട് എടുക്കും. അപ്പോൾ അതിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും സോക്ക് ചെയ്ത് വെച്ചാൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുന്തിരി, കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഒരു മണവും നല്ലൊരു ടേസ്റ്റും നല്ലതാണ്. അതെടുത്ത് കഴിഞ്ഞാൽ ഉള്ളവരെടുക്കുക. അതുപോലെ ഞാൻ കുറച്ച് ഡേറ്റ്സും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആയി എടുക്കണം, നല്ല ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോഴാണ് കേക്കിന് ആ കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കരിഞ്ഞ് പോകാതെ നോക്കണം. കരിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇത് കാരണം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇരുന്നിട്ട് നന്നായി ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ജാതിക്ക, ചെറിയൊരു പീസ് ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ആവരുത്. അതുപോലെ 3 ഗ്രാമ്പൂ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ നമുക്ക് കേക്ക് നന്നായി പൊന്തി വരില്ല, തണുത്ത മുട്ടയാവരുത്. അപ്പോൾ നേരത്തെ എടുത്തിട്ട് പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി ഈ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് അടിക്കണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം. നമുക്കിനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ്, കറക്റ്റ് 1 കപ്പ് നന്നായി വടിച്ചെടുത്തിട്ടുള്ളതാണ്, 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇളക്കി ഒരു 2-3 വട്ടം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ ഉപ്പും എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നത്, അരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 വട്ടം ഞാൻ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് വാനില എസൻസ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വാനില എസൻസും ചേർത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുള്ളൂ, എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ. ഇനി നമുക്കിത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദ, അതുപോലെ മൈദയിൽ ഉപ്പ്, തരി ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് പൊടിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിന് വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നല്ല ബബിൾസ് എയർ ബബിൾസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഒരു കുറച്ച് ഒന്ന് തട്ടി കൊടുത്താൽ മതി. വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് 3/4 മണിക്കൂർ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ, കറക്റ്റ് ഒരു 3/4 മണിക്കൂറിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ ഇതിലൊന്നും ഒട്ടിയൊന്നും വന്നിട്ടില്ല. കണ്ട, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ നന്നായി തണുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ ന്യൂസ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.